യൗവന ദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താൽ. അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും. വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ധ്യാന ചിന്ത വാക്കുകളിലെ വചന പെരുമ എന്നുള്ളതാണ്. ഇന്നത്തെ വേദഭാഗത്ത് യേശു ശിഷ്യന്മാരെ ശുദ്ധിയും അശുദ്ധിയും സംബന്ധിച്ച് ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണമല്ല, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പാപചിന്തകളാണെന്ന് അവൻ വ്യക്തമാക്കുന്നു. ഹൃദയം ജീവിതത്തിൻ്റെ ഉറവിടമാണ്. യേശു പറയുന്നു, വായിലൂടെ ഉള്ളിലേക്ക് പോകുന്നത് വയറ്റിലേക്കാണ്, എന്നാൽ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ്. പാപത്തിൻ്റെ ഉറവ് അകത്താണ്. ദുശ്ചിന്തകൾ, കൊലപാതകം, വ്യഭിചാരം, കള്ളത്തരം, നിന്ദ ഇവയെല്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. പുറമേയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ആത്മീയ വിശുദ്ധി ലഭിക്കില്ല. ഹൃദയ പരിവർത്തനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. യേശുവിൻ്റെ അരികിൽ എത്തിയ പരീശന്മാർ ആചാരശുദ്ധിയിൽ ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ യേശു ആത്മീയ ശുദ്ധിയുടെ പ്രാധാന്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയമാണ്, പുറമേയുള്ള ആചാര അനുഷ്ഠാനങ്ങളല്ല. പ്രിയരെ, ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ആത്മപരിശോധന ആവശ്യമാണ്. എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണ്? എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവയാണോ? ഈ നോമ്പ് നാളുകളിൽ ദിനം പ്രതി ഹൃദയം ശുദ്ധീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടചിന്തകൾ വരുമ്പോൾ ദൈവവചനത്തിലൂടെ അവയെ മറികടക്കാം. സ്നേഹവും ക്ഷമയും നിറഞ്ഞ ഹൃദയത്തെ നമുക്ക് ദിനം തോറും വളർത്താം. പ്രിയരെ, യഥാർത്ഥ വിശുദ്ധി പുറമേയുള്ള ആചാര അനുഷ്ഠാനങ്ങളല്ല, ഹൃദയ പരിവർത്തനത്തിലാണെന്ന് ഈ നോമ്പ് നാളുകളിൽ തിരിച്ചറിയണം. ദൈവത്തോട് ചേർന്ന് ഹൃദയത്തെ പുതുക്കുന്ന ഒരു അനുഭവമാക്കി ഈ നാളുകളിൽ നമുക്ക് രൂപപ്പെടാം. പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതാക്കപ്പെടുന്നു. പുതുതാക്കപ്പെടുന്ന പ്രവർത്തനത്തിലൂടെ ഈ നോമ്പ് നാളുകളെ നമുക്ക് പൂർത്തീകരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനം പ്രതി എൻ്റെ ഹൃദയത്തെ പുതുക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.